ഗുഡ് ഈവനിങ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണപ്പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ്സിലെ മാത്സിലെ കുറച്ച് റിവിഷൻ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The fifth term of an arithmetic sequence is 38, ninth term is 66. What is the 25th term? അപ്പം രണ്ട് ടേമും അതിൻ്റെ പൊസിഷനും തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് 25th ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം രണ്ട് ടേമും അതിൻ്റെ പൊസിഷനും തന്നാൽ അതിൽ നിന്നും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ടേമാണ്. ഫിഫ്ത്ത് ടേം 38, നയൻത്ത് ടേം 66. ഇതിൽ നിന്നും കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഫറൻസ് ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് ദെയർ പൊസിഷൻ. അതായത് 66 മൈനസ് 38 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5. അപ്പം 66 മൈനസ് 38 എന്ന് പറയുമ്പോൾ നമുക്ക് 28 കിട്ടും. ഡിവൈഡ് ബൈ 9 മൈനസ് 5 എന്ന് പറയുന്നത് 4 കിട്ടും. ഇത് ചെയ്യുമ്പോൾ 7 കിട്ടും. അതായത് കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് 7 എന്ന് കിട്ടിയത്. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് 25th ടേമാണ്. 25th ടേം കണ്ടുപിടിക്കാൻ ഫിഫ്ത്ത് ടേം പ്ലസ് 20 ടൈംസ് കോമൺ ഡിഫറൻസ് അല്ലേ. 25th ടേം എന്ന് പറയുമ്പം ഫിഫ്ത്ത് ടേം പ്ലസ് 20 ടൈംസ് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ഫിഫ്ത്ത് ടേം നമുക്കറിയാം 38 പ്ലസ് 20 ഇൻറ്റു 7 അല്ലേ. അപ്പോൾ 38 പ്ലസ് 20 ഇൻറ്റു 7 എന്ന് പറയുന്നത് 140. അപ്പം ഇത് തമ്മിൽ ആഡ് ചെയ്യാം. എന്ത് വരും? 178. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട്, നയൻത്ത് ടേം തന്നിട്ടുണ്ട്, 25th ടേം കണ്ടുപിടിക്കണം. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൽ നിന്നും 25th ടേം നമുക്ക് 178 കിട്ടി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ നിന്നാണ്. ഹൗ മെനി 2-digit നമ്പേഴ്സ് ആർ ദെയർ? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി 2-digit നമ്പേഴ്സ് ആർ ദെയർ. അപ്പം നമുക്കറിയാം 2 ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 10ൽ തുടങ്ങും അല്ലേ. 10, 11, 12 എക്സെട്ര 99 ഉണ്ട്. അപ്പം നമ്മുടെ ആകെ ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്ര വരും? 90. അതായത് 90 2-digit നമ്പർ ഉണ്ട് അല്ലേ. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് if a number is selected from the set of 2-digit number, what is the probability for sum of the digit to be 10? അതായത് ഈ ഒരു സെറ്റിൽ നിന്ന് 10 മുതൽ 99 വരെയുള്ള ആ ഒരു സെറ്റിൽ നിന്ന് നമ്മൾ ഒരു നമ്പർ സെലക്ട് ചെയ്യുന്നു. ആ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ അതിലെ അക്കങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടാനുള്ള ചാൻസ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10 കിട്ടാനുള്ള ചാൻസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ഏതൊക്കെ നമ്പർ ആയിരിക്കും? ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 19 അല്ലേ. 1, 9, 1, 10. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ? 28, 37, 46, 54, 63, 72, 81 ആൻഡ് 90. അതായത് ഇത്രയും നമ്പേഴ്സാണ് അതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 10 കിട്ടുന്നത്. അതാകെ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 9 ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പ്രോബബിലിറ്റി ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്? 9. ആകെയുള്ള നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 90. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി. ഇത് ചെറുതാക്കുമ്പോൾ 1/10. അതായത് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആദ്യം ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി 2-digit നമ്പർ എത്രയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ചു 90. ഇനി അതിൽ നിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കത് അതിലെ അക്കങ്ങൾ, അതിലെ ഡിജിറ്റ്സ് തമ്മിൽ കൂട്ടിയാൽ 10 കിട്ടണം. അതാകാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടി? അത് 9 നമ്പേഴ്സാണ് ആകെയുള്ളത്. അപ്പം പ്രോബബിലിറ്റി എന്ന് പറയുമ്പം 9/90. അത് ചെറുതാക്കുമ്പോൾ 1/10. അതാണ് നമ്മുടെ പ്രോബബിലിറ്റി. ഇപ്പോൾ 2 ക്വസ്റ്റ്യനും ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. കാൽക്കുലേറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ OBC. അപ്പം ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ABC എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിൾ, OBC എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിൾ.
അപ്പം ഈ എ ബി സിയിലെയും ഒ ബി സിയിലെയും എല്ലാ ആംഗിളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ രണ്ട് ആംഗിൾ 20 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ചെറിയ ട്രയാങ്കിൾ എടുത്താൽ, അതായത് ട്രയാങ്കിൾ ഒ എ ബി എടുത്താൽ നമുക്കറിയാം ഇത് 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതും 20 ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഈ ഒ എയും ഒ ബിയും ഇതിൻ്റെ റേഡിയസ് ആണ്. അതുകൊണ്ട് ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഐസോസിലസ് ആണ്. അപ്പം ഇത് 20 ആയതുകൊണ്ട് തന്നെ ഈ ആംഗിൾ നമുക്ക് 20 എന്ന് കിട്ടും. ആംഗിൾ ബി എ ഒ എന്ന് പറയുന്നത് നമുക്ക് 20 എന്ന് കിട്ടും, ഇത് 20 ആയതുകൊണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിൾ ഒ എ സി, ട്രയാങ്കിൾ ഒ എ സി എടുത്താൽ ഇത് 30 ആണ്. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. ആംഗിൾ ഒ എ സി ഈക്വൽ ടു 30 അല്ലേ? അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും ഐസോസിലസ് ആയതുകൊണ്ട് ഇത് 20 ആയതുകൊണ്ട് ഇത് 20യും, ഇത് 30 ആയതുകൊണ്ട് ഇത് 30യും കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് എന്ത് വരും? അതായത് ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് 20 + 30 കിട്ടും. അതായത് 50 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് എന്ത് കിട്ടും? 50 എന്ന് കിട്ടും, ഈ വലിയ ട്രയാങ്കിൾ, വലിയ ആംഗിൾ. ഓക്കെ, ഇനി ഈ ആംഗിൾ 50 എന്ന് കിട്ടിയാൽ ഇത് നമുക്ക് 100 എന്ന് കിട്ടും. അതെന്തുകൊണ്ടാണ്? ഒരേ കോഡ് കൊണ്ടുണ്ടാക്കുക, സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് അത് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കും. അതായത് ഒരേ കോഡിൽ നിന്ന്, ഈ ബി സി എന്ന് പറയുന്ന കോഡിൽ നിന്ന് തുടങ്ങുന്ന ആംഗിളാണ് എന്ത്? ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത്. അതിൻ്റെ പകുതിയായിരിക്കും ഈ സർക്കിളിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത്. സോ ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് എന്ത് വരും? ബി ഒ സി എന്ന് പറയുന്നത് 100 വരും അല്ലേ? ഇതിൻ്റെ ഇരട്ടി. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒ ബി സിയിലെയും എ ബി സിയിലെയും എല്ലാ ആംഗിളും കണ്ടുപിടിക്കാനാണ്. എ ബി സി എന്ന് പറയുന്നത് ഈ വലിയ ആംഗിളാണ്, വലിയ ട്രയാംഗിളാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇത് 20 + 30 എന്ന് കിട്ടി, 50 കിട്ടി. ഇനി ഈ ഒരു ചെറിയ ട്രയാങ്കിൾ എടുത്താൽ, അതായത് ആംഗിൾ ഒ ബി സി എടുത്താൽ ഇതും ഐസോസിലസ് ട്രയാങ്കിളാണ്. അപ്പം നമുക്ക് ഇത് 100 എന്ന് കിട്ടിയില്ലേ? ഇനി ആംഗിൾ ഒ ബി സി ഈക്വൽ ടു ആംഗിൾ ഒ സി ബി. അതായത് ഒ ബി സി എന്ന് പറയുന്നത് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ട്രയാങ്കിൾ ഐസോസിലസ് ആയതുകൊണ്ട് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അത് എത്ര വീതമായിരിക്കും? 180 - 100 / 2. അതായത് 80 / 40 വെച്ച് കിട്ടും. അതായത് ഇത് 100 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പം എല്ലാം കൂടെ കൂട്ടിയ 180 ആണ്. അതിൽ നിന്ന് 100 പോയിട്ട് ബാക്കി 80. 80/2 എന്ന് പറയുന്നത് 40 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ആംഗിളും 40 വെച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അവർ ചോദിച്ചിരിക്കുന്ന ട്രയാങ്കിളിലെ എല്ലാം കിട്ടിയിട്ടുണ്ട്. എ ബി സി എടുത്താൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 50 ആയിരിക്കും. ഇതെന്ന് പറയുന്നത് 40 + 60 20 എത്ര? 60 ആയിരിക്കും. ഇത് 40 + 30 70 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളിലെ എല്ലാം കിട്ടി, ഈ ട്രയാങ്കിളിലെ വലിയ ട്രയാങ്കിളിലെ എല്ലാം കിട്ടി. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒ ബി സി ആണ്. ഒ ബി സിയിലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ നടുക്കത്തത് 100, ഇത് 40, ഇത് 40. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന രണ്ട് ട്രയാങ്കിളിലെയും എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 1. അതായത് ആദ്യത്തെ ടേം എന്ന് പറഞ്ഞത് എ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 എന്ന് തന്നിട്ടുണ്ട്. പിന്നെയുള്ളത് 1 ആണെങ്കിൽ അടുത്ത 3 ടേമിൻ്റെ സം എന്ന് പറയുന്നത് നമുക്ക് 100 എന്ന് തന്നിട്ടുണ്ട്. അതായത് ദ സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ്, ഈ 4 ടേംസും കൂടെ കൂട്ടിയാൽ 100 എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഫസ്റ്റ് 4 ടേംസ്. ബാക്കി ഈ 4 ടേംസ് കണ്ടുപിടിക്കാനും. അപ്പോൾ ആദ്യം നമുക്കറിയാവുന്ന ആദ്യത്തെ ടേം അറിയാം 1 എന്ന്, ബാക്കി എല്ലാം കൂടെ കൂട്ടിയാൽ 100 എന്ന് പറയും. ഇനി ആദ്യത്തെ ടേം 1 ആണെങ്കിൽ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 99 കിട്ടും അല്ലേ? ആദ്യത്തെ ടൈം 1 ആണെങ്കിൽ ബാക്കി 3 ടേംസും കൂടെ കൂട്ടിയാൽ 99. കാര്യം 4 എണ്ണം കൂടെ കൂട്ടിയാൽ 100 കിട്ടുള്ളൂ. അപ്പം 3 ടേംസും കൂടെ കൂട്ടിയാൽ 99 എന്ന് കിട്ടും. ഇനി നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ അടുത്തുള്ള 3 കൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടുമ്പം കിട്ടുന്ന ഇതെന്ന് പറയുന്നത് മിഡിൽ ടേമിൻ്റെ ത്രൈസ് ആയിരിക്കും. അതായത് നമ്മളുടെ മിഡിൽ ടേം എക്സ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 3x എന്ന് പറയുന്നതാണ് 99. അതായത് ഒന്നുകൂടെ പറയാം, നമ്മുടെ കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് അടുപ്പിച്ചുള്ള 3 നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ അത് 3ഉം കൂടെ കൂട്ടുന്ന സം എന്ന് പറയുന്നത് മിഡിൽ ടേമിൻ്റെ ത്രൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മിഡിൽ ടേം എന്ത് കിട്ടും?
99 ഡിവൈഡ് ബൈ 3 33. അതായത് മിഡിൽ ടൈം നമുക്ക് 33 എന്ന് കിട്ടി. എക്സ് എന്ന് പറയാൻ 33. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടി 1 അറിയാം, മിഡിൽ ടൈം നമുക്ക് 33 കിട്ടി. ഈ മിഡിൽ ടൈമും ഫസ്റ്റ് ടൈമും അറിയാമെങ്കിൽ ഈ നടുക്കത്തെ ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് തമ്മിൽ ആഡ് ചെയ്യുക. 33 പ്ലസ് 1 34 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 17 കിട്ടും. ഈ 17 എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ, അതായത് നമുക്ക് മിഡിൽ ടൈമിൻ്റെ 3 അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ മിഡിൽ ടൈമിൻ്റെ ത്രൈസ് ആയിരിക്കും ആ 3 എണ്ണം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന സം എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് മിഡിൽ ടൈം കിട്ടി. ഇനി ഫസ്റ്റ് ടൈമും അറിയാം, തേർഡ് ടൈമും അറിയാം. സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാൻ അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് സെക്കൻഡ് ടൈം കിട്ടും. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടി 1, 17, സെക്കൻഡ് ടൈം കിട്ടി 33, തേർഡ് ടൈം കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കിട്ടിയല്ലോ, 16 വരും. അപ്പം 33 പ്ലസ് 16 എന്ത് വരും? 49. അതായത് 4 ടൈം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 1, 17, 33, 49. അങ്ങനെയാണ് നമ്മുടെ 4 ടൈംസ് വരുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് 4 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 100 തന്നിട്ടുണ്ട്. അതിൽ നിന്നും ആദ്യത്തെ 4 ടേംസ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് 4 ടേംസും കിട്ടി. ഓക്കെ, 2 ക്വസ്റ്റ്യനും ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.